നന്നായി ചൂടായ പാത്രത്തിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/2 സ്പൂൺ നെയ്യും ചേർത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക്, ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചതച്ച മുളക് 1/2 സ്പൂൺ, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി 2 മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി മുട്ടയൊക്കെ വെന്ത് വരണം. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. അരി വേവിച്ച സമയത്ത് അതിലേക്ക് 2 ഏലക്കായും 1 കറുവാപ്പട്ട, 2 ഗ്രാമ്പു ഇത്രയും ചേർത്താണ് വേവിച്ചത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വാർത്തതിന് ശേഷമാണ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നന്നായി മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അതിനുശേഷം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.